പുതിയൊരു വീടിനകത്ത് എല്ലാ മാനിഫെസ്റ്റേഷനും ഞാനിന്ന് പ്രവർത്തിക്കുന്നത് ആന്ധ്രാപ്രദേശിലുള്ള കാളഹസ്തി എന്ന് പറഞ്ഞ ശിവക്ഷേത്രത്തിലാണ്. എൻ്റെ വിശേഷമായിട്ടാണ് ഞാൻ എൻ്റെ സമീപത്തായിട്ട് അവിടെ കാണാം കാളഹസ്തി മഹാദേവ ക്ഷേത്രം. അതിൻ്റെ വിശേഷങ്ങൾ ഇതിനാണ്ട് മുന്നിൽ പങ്കുവയ്ക്കാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കൂടി എല്ലാവരും നമുക്ക് ഈ വീഡിയോ കാണാം. ഇവിടെ വന്നപ്പോൾ കുറേ നല്ല അനുഭവങ്ങളൊക്കെ ആയിരുന്നു. അതെല്ലാം കൊണ്ട് അത് നിങ്ങൾക്ക് ഓരോരുത്തരുടെ മുന്നിൽ എത്തിക്കാൻ പറ്റുന്ന ഓരോരുത്തരുടെ എടുക്കാൻ പറ്റുന്ന വീഡിയോ എടുക്കാൻ പറ്റുന്ന ഭാഗങ്ങളായിട്ട് ഞാൻ എടുത്തിട്ടുമുണ്ട്. അപ്പോൾ അത് മാക്സിമം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുമുണ്ട്. മൊബൈൽ കേരളത്തിൽ കുറേ കൊടുക്കേണ്ട കൊടുക്കേണ്ട സമയത്തിലുള്ള മൊബൈലിൽ വീഡിയോ വിശേഷം എടുത്തിട്ടുണ്ട്. ഞാൻ സംസാരിക്കുന്ന കാറ് വരുന്നുണ്ട്. കാലാവസ്ഥയുടെ വിശേഷമായിട്ട് നടക്കുന്ന ആന്ധ്രാപ്രദേശ് വണ്ടിക്കകത്ത് നമ്മുടെ കേരളത്തിലെ KSRTC പോലെ തന്നെ APSRTCയുടെ ബസ്സിൽ കയറിയിട്ട് ഞങ്ങൾ കാലാവസ്ഥയിലേക്ക് തിരിക്കുകയാണ്. ഞങ്ങളൊക്കെ ബസ്സിനകത്ത് കയറിയിരുന്നു. ടിക്കറ്റൊക്കെ എടുത്ത് കഴിഞ്ഞു. ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ആൾക്കാർ കയറുമ്പോൾ തന്നെ എന്തൊക്കെ ചോദിക്കുന്നുണ്ട്. റേഡിയുണ്ട് പോകുന്നൊക്കെ ചോദിച്ചു. ഓർഡിനറി ബസ്സിലാണ് കാലാവസ്ഥ എന്ന് പറയുന്നത്. ഡ്രൈവർ തന്നെ ഫോമിലാണ് രാവിലെ ചോദിക്കുന്നുണ്ട് കാലാവസ്ഥ അവരിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു തോന്നുന്നു. കാറടച്ചു, വണ്ടി സ്റ്റാർട്ട് ചെയ്തു. കാലാവസ്ഥയിലേക്ക് യാത്ര തുടങ്ങിയാണ്. അമ്മയും ചുറ്റുമയും തൊട്ടപ്പുറത്ത് തന്നെ. അമ്മയും ചുറ്റുമയും കൂടെ സെൽഫി പരിപാടി രാവിലെ അറിയില്ല. വണ്ടി വിട്ടേ. വെങ്കട്ടരമണ ഗോവിന്ദ ഗോവിന്ദ ഹര ഹര ശിവശങ്കര. ഓം നമഃ ശിവായ. ശക്തമായ കോട്ടകൾ മുതൽ ദൈവിക ക്ഷേത്രങ്ങൾ വരെ, തൂണുകൾ മുതൽ കല്ലുകുത്തുപണികൾ വരെ ഗംഭീരവും മനോഹരവുമായ നിരവധി സ്മാരകങ്ങളാൽ ദക്ഷിണേന്ത്യയെ വിലമതിക്കുന്നു. ഈ സ്മാരകങ്ങൾക്കെല്ലാം അവയുടെ ചരിത്രത്തിലും നിർമ്മിതിയിലും വാസ്തുവിദ്യയിലും അവയുടെ കഥയിലും സവിശേഷമായ ഒരു പ്രാധാന്യം കൂടിയുണ്ട്. ചരിത്രത്തിൽ ഉടനീളമുള്ള പുരാതന വാസ്തുവിദ്യയുടെ മികച്ച ഉദാഹരണമാണ് ദക്ഷിണേന്ത്യ വാസ്തുവിദ്യ. ദ്രാവിഡ ശൈലി മുതൽ വിജയനഗര വാസ്തുവിദ്യ വരെ ഇവിടെ സന്ദർശിക്കാൻ ഗംഭീരവുമായ നിരവധി ക്ഷേത്രങ്ങളുമുണ്ട്. വെങ്കടേശ്വര ക്ഷേത്രം, മീനാക്ഷി ക്ഷേത്രം, വിരൂക്ഷ ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങൾ ഇവിടുത്തെ ക്ഷേത്രങ്ങളുടെ ബാഹുല്യത്തിൽ നിന്നുള്ള ഏതാനും ഉദാഹരണങ്ങൾ മാത്രമാണ്. മഹത്തായ ചരിത്രമുള്ള ഒരു പുണ്യസ്ഥലമാണ് ശ്രീ കാളഹസ്തി ക്ഷേത്രം. നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ ഇത് ഉണ്ടെന്ന് തോന്നുന്നു. കാളഹസ്തിയിലേക്ക് പോകാൻ വഴി ഒരു തിരുച്ചാനൂർ റെയിൽവേ സ്റ്റേഷൻ വഴിയാണ് വണ്ടി കടന്നു പോകുന്നത്. തിരുച്ചാനൂര് അതിൻ്റെ ആ റെയിൽവേ സ്റ്റേഷൻ അടുത്തോടാണ് നേരെ കാളഹസ്തിയിലേക്ക് ബസ്സിൽ പോകുന്നത്. ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ജില്ലയിലാണ് ഈ പുണ്യസ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഈ പുണ്യസ്ഥലം സന്ദർശിക്കുന്ന ഭക്തരുടെ ഇടയിൽ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് ശ്രീ കാളഹസ്തി. വളരെയധികം മതപരമായ പ്രാധാന്യമുള്ള ഒരു ഹിന്ദു ദൈവമായ ശിവനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നതെന്ന്. 1516
വിജയനഗര സാമ്രാജ്യത്തിലെ രാജാവായിരുന്ന കൃഷ്ണദേവരായ ആണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചത്. ഈ ക്ഷേത്രത്തിന് തുടക്കം മുതൽ തന്നെ അവിശ്വസനീയമായ ഡിസൈൻ കൊണ്ട് ആശ്വാസം പകരാൻ കഴിയുന്ന ഒരു മികച്ച വാസ്തുവിദ്യ തന്നെയുണ്ട്. ദൈവ അന്തരീക്ഷത്തിൽ പരിവേഷണം ചെയ്യാവുന്ന നിരവധി പുരാണ കഥകളുടെ സങ്കീർണമായ നിരവധി കൊത്തുപണികൾ ഈ ക്ഷേത്രത്തിൽ ഉൾപ്പെടുന്നു. ദക്ഷിണേന്ത്യയിലെ കാശി, കൈലാസം എന്നിങ്ങനെയാണ് ഈ പുണ്യസ്ഥലവും അറിയപ്പെടുന്നത്. വായു അല്ലെങ്കിൽ വായു എന്ന പഞ്ചഭൂതങ്ങളിൽ ഒന്നിനെ സൂചിപ്പിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ് ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യ നിർമ്മിച്ചിരിക്കുന്നത്. അവിടെയുള്ള വായുവിൽ ദൈവികവും പോസിറ്റീവ് എനർജിയും നിറഞ്ഞിരിക്കുന്നു. ആകർഷകമായ സൗന്ദര്യവും വാസ്തുവിദ്യയും കൊണ്ട് ലോകമെമ്പാടുമുള്ള സന്ദർശകരെ ഈ സ്ഥലം ആകർഷിക്കുന്നു. ദക്ഷിണേന്ത്യയിൽ അവയുടെ രൂപകൽപ്പനയ്ക്കും വാസ്തുവിദ്യയ്ക്കും നിരവധി പ്രശസ്തമായ ക്ഷേത്രങ്ങൾ ഉൾപ്പെടുന്നു. എന്നാൽ ശ്രീ കാളഹസ്തി ക്ഷേത്രം അവിടെ സ്ഥിതി ചെയ്യുന്ന എല്ലാ പുണ്യസ്ഥലങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നത് എടുത്തു പറയേണ്ടതുമാണ്. മനോഹരമായ കൊത്തുപണികളുള്ള അകത്തളങ്ങളുള്ള അത്യധികം അലങ്കരിച്ച ഗോപുരങ്ങളായിട്ടാണ് ക്ഷേത്രത്തിന്റെ രൂപകൽപ്പന കണക്കാക്കുന്നത്. ദക്ഷിണേന്ത്യൻ സംസ്കാരവും വാസ്തുവിദ്യയും പഠിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഈ പുണ്യസ്ഥലം ഒരു നിധി പോലെയാണ്. പ്രശസ്തമായ ഒരു കഥയിൽ നിന്നാണ് ശ്രീ കാളഹസ്തി ക്ഷേത്രത്തിന്റെ പേര് ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. ഒരു ശ്രീ, അതായത് ചിലന്തി, കാല എന്ന് പറയുന്നത് പാമ്പ്, ഹസ്തി എന്ന് പറയുന്നത് ആന എന്നിവ ഈ പ്രത്യേക പട്ടണത്തിൽ മോക്ഷം കിട്ടാൻ, അതായത് സമാധാനം നേടുന്നതിനായി ശിവനെ ആരാധിച്ചിരുന്നതായി കഥ പറയുന്നു. അതിനാൽ 5-ാം നൂറ്റാണ്ടിൽ പല കാലഘട്ടത്തിൽ വിജയനഗര സാമ്രാജ്യത്തിലെ രാജാവായ കൃഷ്ണദേവരായനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. 11-ാം നൂറ്റാണ്ടിൽ ചോളരാജ്യം ഈ പ്രത്യേക ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യയിൽ നിരവധി മാറ്റങ്ങൾ കൊണ്ടുവന്നു. 16-ാം നൂറ്റാണ്ടിൽ വിജയനഗര രാജവംശത്തിന്റെയും ചോള സാമ്രാജ്യത്തിന്റെയും ഭരണകാലത്ത് പുതിയ സ്മാരകങ്ങൾ, ക്ഷേത്ര ഇടനാഴികൾ വിപുലീകരിച്ച് നവീകരണം തുടങ്ങിയവയിലൂടെ ഈ പുണ്യസ്ഥലം കൂടുതൽ വികസിപ്പിച്ചെടുത്തു. ഹൈവേയുടെ പണി നടക്കുകയാണ്. JSP കാലനിർമ്മാണത്തിന് അത്യാധുനിക വാഹനങ്ങളെല്ലാം മാത്രമല്ല വണ്ടിക്ക് ഓവർടേക്ക് ചെയ്ത് കയറിയപ്പോൾ കാണാൻ പറ്റിയില്ല. ഒരു സൈഡിൽ തന്നെ പച്ച കാണാൻ ഒരു തമിഴ് കവി നക്കീരൻ തൻ്റെ രചനകളിൽ ശ്രീ കാളഹസ്തി ക്ഷേത്രത്തെക്കുറിച്ച് പലതവണ പരാമർശിച്ചിട്ടുമുണ്ടത്ര. ഇത് തമിഴ് സംഘം രാജവംശത്തിൻ്റെ കാലത്ത് ക്ഷേത്രത്തിൻ്റെ അസ്തിത്വം തെളിയിച്ചു. മറ്റൊരു പ്രശസ്ത തെലുങ്ക് കവിയായ ദുർജതി ഈ പുണ്യസ്ഥലത്തെക്കുറിച്ച് നിരവധി കാര്യങ്ങൾ എഴുതി. അതിൻ്റെ അവിശ്വസനീയമായ സൗന്ദര്യത്തെ പ്രശംസിച്ചു. വണ്ടിയുടെ സ്പീഡ് എന്ന് പറയുന്നത് 80 കിലോമീറ്റർ സ്പീഡിലാണ്. മനോഹരമായ ദ്രാവിഡ വാസ്തുവിദ്യ ഉപയോഗിച്ചാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്.
5-ാം നൂറ്റാണ്ടിൽ പല്ലവ കാലഘട്ടത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഈ അവിശ്വസനീയമായ വിശുദ്ധ ക്ഷേത്രം സന്ദർശകർക്ക് ഒരു മനോഹരമായ കാഴ്ച പ്രദാനം ചെയ്യുന്നു. കാരണം ഒരു കുന്നിൻ ചുവട്ടിലാണ്. ഇത് ഒരു മൊണോലിത്തിക് ഘടനയിലാണ് പല ആളുകളും വിശ്വസിക്കുന്നത്. അതായത് ക്ഷേത്രം മുഴുവനും ഒരു വലിയ കല്ലുകൊണ്ട് നിർമ്മിച്ചതാണ്. ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് പ്രവേശന കവാടം തെക്കോട്ടും ശ്രീകോവിലിൽ പടിഞ്ഞാറ് ദിശയിലുമാണ്. ശ്രീകോവിലിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ശിവലിംഗം വെളുത്ത കല്ല് ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്നത്. അത് ആനയുടെ തുമ്പിക്കൈ കൊണ്ട് ആകൃതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ തത്വം ഉയരം ഏകദേശം 120 അടിയാണ്. ക്ഷേത്ര ഇടനാഴിയിൽ ഒരു മണ്ഡപം ഉൾപ്പെടുന്നു. അതിന്റെ 1516 വിജയനഗര രാജവംശത്തിന്റെ കാലത്ത് നിർമ്മിച്ച മനോഹരമായ കൊത്തുപണികളുള്ള 100 തൂണുകൾ കൊണ്ട് കൂടാതെ ശിവന്റെ പുത്രനായ ഗണപതിക്ക് സമർപ്പിച്ചിരിക്കുന്ന 9 അടി ഉയരമുള്ള ശ്രീകോവിലുമുണ്ട്. സദ്ഗണപതി, അന്നപൂർണ, സുബ്രഹ്മണ്യൻ, സൂര്യനാരായണൻ, കാശി വിശ്വനാഥൻ, ജ്ഞാനപ്രസന്ന, എംബ തുടങ്ങിയ ദൈവങ്ങളുടെ ആരാധനാലയങ്ങളും ഈ ക്ഷേത്രത്തിൽ ഉൾപ്പെടുന്നു. ഈ ക്ഷേത്രങ്ങളെല്ലാം ഗണപതി, സഹസ്രലിംഗേശ്വരൻ, വല്ലഭ ഗണപതി, മഹാലക്ഷ്മി ഗണപതി എന്നിവരുടെ ചിത്രങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു. ക്ഷേത്ര ഇടനാഴികളിൽ 2 മണ്ഡപങ്ങൾ കൂടി ഉൾപ്പെടുന്നു. ജലത്തൊട്ടി മണ്ഡപവും സദ്യോഗി മണ്ഡപവും. ചന്ദ്രപുഷ്കരണി, സൂര്യപുഷ്കരണി എന്ന 2 ജലാശയങ്ങളും ഇതിൽ ഉൾപ്പെടുന്നത്രേ. ശ്രീ കാളഹസ്തി ക്ഷേത്രം പഞ്ചഭൂത സ്ഥലങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. അവിടെ അധിപനായ ദേവനെ വായുലിംഗം അല്ലെങ്കിൽ വായുവായി ആരാധിക്കുന്നു. ഈ പുണ്യസ്ഥലം ദക്ഷിണേന്ത്യയിലെ കൈലാസമായും കാശിയായും കണക്കാക്കപ്പെടുന്നു. 1-ാം നൂറ്റാണ്ടിലെ വിശുദ്ധന്മാർ പാടിയ പാട്ടുകളിൽ ക്ഷേത്രത്തിന്റെ പേര് പലതവണ ഉപയോഗിച്ചിട്ടുമുണ്ടത്രേ. ഇന്ത്യയിൽ ആ ദിവസങ്ങളിൽ തുറന്നിരിക്കുന്ന ഒരു ക്ഷേത്രമായതിനാൽ ശ്രീ കാളഹസ്തി ക്ഷേത്രം ഒഴികെ ആ പ്രദേശത്തെ മറ്റെല്ലാ ക്ഷേത്രങ്ങളും ചന്ദ്രഗ്രഹണ സമയത്തും സൂര്യഗ്രഹണ സമയത്തും അടച്ചിടും. രാഹു കേതു പൂജയാണ് ഇവിടെ നടക്കുന്ന പ്രത്യേക ചടങ്ങ്. അതിനായി ക്ഷേത്രം ജനപ്രിയവുമാണ്. ആരെങ്കിലും ഈ ആരാധന നടത്തിയാൽ അത് രാഹുവിലെയും കേതുവിൻ്റെയും ജ്യോതിഷ ഫലങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കുമെന്ന് പല ആളുകളും വിശ്വസിച്ചു പോരുന്നു. ഒരു കഥ അനുസരിച്ച് 4 യുഗങ്ങളിലും ബ്രഹ്മാവ് ഈ പ്രത്യേക സ്ഥലത്തെ കാളഹസ്തീശ്വരനെ ആരാധിച്ചിരുന്നു. മഹാഭാരത കാലത്ത് പാണ്ഡവ രാജകുമാരനായ അർജുനൻ ഈ ക്ഷേത്രത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ചതായി വിശ്വസിക്കുന്നു. ആകസ്മികമായി ശിവഭക്തനായി മാറിയ വേട്ടക്കാരനായ കണ്ണപ്പ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മറ്റൊരു കഥയാണ്. തേവാരത്തിൽ ആദരവും ബഹുമാനവും ഉള്ളതിനാൽ ഈ ക്ഷേത്രം ഒരു പന്തൽ പ്രേത സ്ഥലമായി കണക്കാക്കപ്പെടുന്നു. സാവ്യ കനൂനിൽ പരാമർശിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ഈ പുണ്യസ്ഥലത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ശിവലിംഗത്തിന്റെ വലിയൊരു അനുയായികളായ ചിലന്തി, സർപ്പം, ആന എന്നിവയ്ക്ക് ശിവൻ മോക്ഷം നൽകിയതായി വിശ്വസിക്കപ്പെടുന്നു. ഹിന്ദുമതത്തിലെ 4 യുഗങ്ങളിൽ ആദ്യത്തേതായ കൃതയുഗത്തിൽ ചിലന്തിക്ക് മോക്ഷം ലഭിക്കേണ്ടി വന്നപ്പോൾ ത്രേതായുഗത്തിൽ ശിവന്റെ അനുയായികളായ ആനയ്ക്കും പാമ്പിനും മോക്ഷം ലഭിച്ചത് ഈ കാലഘട്ടത്തിലാണ്. ആനയുടെ ഭക്തിനിർഭരമായ മന്ത്രോച്ചാരണങ്ങൾ സർപ്പത്തിന്റെ ഭക്തിനിർഭരമായ മന്ത്രോച്ചാരണത്തിന് അസ്വസ്ഥത ഉണ്ടാക്കിയെന്നും തിരിച്ചും അവർ പരസ്പരം കടുത്ത വിദ്വേഷത്തിൽ അകപ്പെട്ടുവെന്നും വിശ്വസിക്കപ്പെടുന്നു. ഇരുവരും മോചിപ്പിച്ചുകൊണ്ട് ശിവൻ അത് അവസാനിപ്പിച്ചു. ശ്രീ കാളഹസ്തി ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങളിലൊന്നാണ് മഹാശിവരാത്രി. ഇത് മാസിമാസത്തിൽ വരുന്നു. ഫെബ്രുവരി 15 മുതൽ മാർച്ച് 15 വരെ ആണ്. മാസി മാസത്തിലെ 5-ാം ദിവസമാണ് മഹാശിവരാത്രി. ഉത്സവത്തിന്റെ ആഘോഷവേളയിൽ ഒരു വലിയ ജനക്കൂട്ടം തങ്ങളുടെ ദേവതകൾക്കും ആവേശത്തോടും ഒരു ആചാരം നടത്തുന്നു.
ശിവനെ ആരാധിക്കുന്ന പ്രശസ്തമായ ക്ഷേത്രമാണ് ശ്രീ കാളഹസ്തി ക്ഷേത്രം. ഈ പുണ്യസ്ഥലത്തെക്കുറിച്ച് നിരവധി വ്യത്യസ്ത വസ്തുതകളുണ്ട്. അവയെല്ലാം രസകരമാണ്. ദക്ഷിണേന്ത്യൻ സംസ്കാരം പരിവേഷണം ചെയ്യാനും പഠിക്കാനും ഇഷ്ടപ്പെടുന്ന സന്ദർശകർക്ക് ഇത് വളരെ മികച്ചതാണ്. നവംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള ശൈത്യകാലമാണ് ഈ പുണ്യസ്ഥലം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം. ഈ സമയത്ത് മുഴുവൻ സ്ഥലവും പരിവേഷണം ചെയ്യാൻ കാലാവസ്ഥ സുഗമമായിരിക്കും. എല്ലാവരെയും കാളഹസ്തി ശിവന്റെ ഈ ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ക്ഷേത്രം സന്ദർശിക്കുക എന്നത് ഏറ്റവും മഹനീയമായിട്ട് ഒന്നുള്ളതാണ്. ഹൈന്ദവരെ സംബന്ധിച്ച് ഈ ക്ഷേത്രം കണ്ടിട്ടേ തിരുപ്പതി തിരുമല ക്ഷേത്രം വിടാവൂ എന്നും അറിയുന്നു. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓം നമഃ ശിവായ. ഇറങ്ങി, ഞാനും ഇറങ്ങി. ഞങ്ങളിറങ്ങിയ വണ്ടി ചിറ്റമ്മ. ഞങ്ങൾ വന്ന വണ്ടി KSRTC ആ വണ്ടിയാണ്. അമ്മ ചൂണ്ടി കാണിക്കുന്നത് എന്തൊക്കെയാ കാളഹസ്തി. ആ പാലം കയറി വന്ന ഉടനെ ഇവിടെ വണ്ടി നിർത്തും. കാളഹസ്തി സ്വാമി വരി ദേവസ്ഥാനം. നടക്കാനുണ്ടെന്ന് തോന്നുന്നു. ഇല്ല, ഇവിടെ അടുത്ത് ഞാൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ നടന്നു പോവുക. ബസ് ഇറങ്ങിയിട്ട് നടക്കുക. ഇതേത് ചുറ്റമ്മയും അമ്മയും നടക്കുക. ചുറ്റമ്മയും അമ്മയും നടക്കുക. ഒരു നടന്നു പോവുക. ഇടയ്ക്ക് വണ്ടി ക്രോസ് ചെയ്ത് പോയി. കീ പോലും അടിക്കാതെ വണ്ടി ക്രോസ് ചെയ്ത് പോയി. ആരൊക്കെ ഇവിടെ നിന്ന് നോക്കുന്നുണ്ട്. സെക്യൂരിറ്റിയാണ്, ലോട്ടറിയോ നോക്കുന്നു. ചില്ലറ ഒരാളാണ് തൂത്ത് പറയുന്നുണ്ട് വഴിയിൽ. രാവിലെ എത്ര മണിയായി നടത്തില്ല. 7:04 കാളഹസ്തിയിൽ രാവിലെ വന്നു. നടപ്പോടെ നടന്നു. രാവിലെ ഞങ്ങൾ കാളഹസ്തിയിൽ എത്തിയിരിക്കുക. ഭഗവാനെ കാണാൻ, കാളഹസ്തി ഭഗവാനെ കാണാൻ. അമ്മയുണ്ട്, ചിറ്റമ്മയുണ്ട്. വെങ്കട്ടരമണ ഗോവിന്ദ ഗോവിന്ദ. എപ്പോൾ വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒന്നും വേണ്ട, ബാഗിൽ ഇരിപ്പുണ്ടെന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ നേരത്തെ വീട്ടിൽ നിന്ന് തന്നെ മാല കെട്ടി വെച്ചിട്ടുണ്ട്. വന്നപ്പോൾ അടിപൊളി. അതെ, അടിപൊളി. ഇവിടെ വന്നപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞ ടീമുകളാണ് തോന്നുന്നു. രാജാവിനെ പോയി ഒരുങ്ങി നിൽക്കുന്നുണ്ട്. അതിൻ്റെ പെണ്ണ് താണ്ട് ഇവിടെ ഇപ്പം ഉണ്ട്. എന്തൊക്കെയാ അവർ പറയുന്നു. രണ്ട് വലിയ ടീമാണെന്ന് തോന്നുന്നു. ആ മുകളിലോട്ട് നോക്കി എല്ലാവരും. അടിപൊളി അല്ലേ? എല്ലാവരും ഇവിടെ വരണം. കാളഹസ്തിയിലൊക്കെ വരണേ. ഇന്നവരെ വരാത്തവരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വന്ന് അങ്ങനെ കണ്ടിട്ടൊക്കെ പോണേ. ഇത് കുറച്ച് നേരം കൂടെ ഇനിയിപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല. മൊബൈൽ വെക്കുന്ന സമയം വരെയുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നാണ് അടുത്ത പരിസര പ്രദേശങ്ങളിൽ വേറെ അമ്പലങ്ങളുമുണ്ട്. അതൊക്കെ തിരിഞ്ഞു. അത് സെക്യൂരിറ്റിയോട് ചോദിച്ചു എങ്ങോട്ടാന്ന്. അപ്പം ഫസ്റ്റ് ഇങ്ങോട്ടാന്ന് പറഞ്ഞു. നേരെ ഇനി അങ്ങോട്ട് കയറുക.
ചെരുപ്പൊക്കെ അവിടെ ഇട്ടു. ഞങ്ങൾ വേണ്ട ശിവായി ഗോപുരം ആർദ്ര. ഇവിടെ വന്നപ്പം ക്യാമറയുടെ ഇതൊക്കെ എഴുതുന്നുണ്ട്. ഈച്ച് വൺ ഓഫ് സെൽഫോൺ 5 രൂപ, ക്യാമറ 10 രൂപ, ബാഗ് 5 രൂപ ഇത് കാണിച്ചിട്ടുണ്ട്. അപ്പം ഇപ്പോൾ കുറച്ച് നേരം കൂടെ മാത്രമുള്ള മൊബൈൽ എടുക്കുന്നത്. കാണാൻ പറ്റുന്ന ഭാഗങ്ങളെല്ലാം കാണിക്കുക. ഇവിടെ പരിസരത്തുള്ളതല്ല. മൊബൈൽ കൊടുക്കേണ്ട സ്ഥലം ഇവിടെ മൊബൈൽ കൊടുത്തിട്ട് വേണം കയറാനായിട്ട്. മൊബൈൽ കൊടുക്കാണ്ടുള്ള ദർശനം കഴിഞ്ഞിട്ട് മൊബൈൽ വാങ്ങിച്ച് ഞങ്ങൾ പതുക്കെ ഇറങ്ങി. ഇവിടെ എല്ലാ ആൾക്കാരും കുറേ പേര് ഇരിപ്പുണ്ട്. ആരെ അമ്മ എന്ന് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ പോയാലുണ്ടല്ലോ, കേരളത്തിന് പുറത്തോ അല്ലെങ്കിൽ കേരളത്തിനകത്ത് എവിടെയെങ്കിലുമൊക്കെ പോയാലും ആൾക്കാരുണ്ടായല്ലോ ഭിക്ഷാടനത്തിന് വേണ്ട. പിന്നെ ഒരു മലയുണ്ട്, അവിടെ കയറാനുള്ള സമയം എടുക്കുന്നില്ല. അപ്പം അതൊക്കെ അങ്ങ് പുറത്തോട്ടങ്ങ് പോവാം. അങ്ങനെ നടക്കുകയാണ്. നടന്ന് ഇതിൻ്റെ വേറെ എൻട്രൻസ് ഉണ്ട്, അതൊന്ന് പോയി എടുക്കാൻ വേണ്ടി. വേറെ എൻട്രൻസ് ഉണ്ട്, അതൊന്ന് പോയി എടുക്കാനുണ്ട്. വീഡിയോയ്ക്കകത്തൊന്ന് കൊള്ളിക്കാൻ വേണ്ടി കുറച്ച് ദൂരമുണ്ട്. ഒരു 300 മീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു നടക്കാനുണ്ട്. എന്നാലും അത് നടന്നിട്ട് പോയി ഞാൻ എടുക്കാം. കുറേ പേര് അങ്ങോട്ട് നടക്കുന്നുണ്ട്. അതെല്ലാം ഉണ്ട്. കാണാനും പറ്റുന്നില്ല. ഒരാൾ നടന്നിങ്ങനെ ഒരു സന്യാസിയായിട്ടുള്ള ഒരാൾ നടക്കുന്നു. പടിയും കുത്തി നടക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ആംബിയൻസ്. അടിപൊളി. അമ്മയും സ്റ്റമ്മയും കൊണ്ട് നടക്കുന്നു, മുന്നേ നടക്കുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ റോഡിൽ കൂടെ ഒരു കാളവണ്ടി പോലെ ഒക്കെ വന്നുണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് എടുത്തു. രാവിലെ ആയതുകൊണ്ട്, രാവിലെ 8 മണിയൊക്കെ ആയതുകൊണ്ട് അധികം ആൾക്കാരിപ്പം ഇറങ്ങി വരുന്നതേ ഉള്ളൂ. നല്ല ഒരു ഇവിടെ മണലൊക്കെ കിടക്കുന്നുണ്ട്. നടന്നു പോകാൻ ചെരുപ്പില്ലാതെ നടന്നു പോകാൻ നല്ലതാണ്. എൻ്റെ കാലിലെ ചെരുപ്പ് ഇല്ല. തിരുപ്പതി പോയപ്പോഴത്തേനും ആരോ എടുത്തുകൊണ്ട് പോയി. കുഴപ്പമില്ല, എന്നാലും അങ്ങ് നടക്കുകയാണ്. വേദനയൊക്കെ ഒരു സൈഡിൽ കിടക്കും. നടന്ന് അങ്ങ് പോവുക സന്തോഷമായിട്ട്. കല്ല കടക്കി വെച്ചിരിക്കുന്നുണ്ട്. എൻ്റെ രസം നീക്കും. ഇതാണൊരു വാതിൽ, മെയിൻ വാതിലായിട്ട്. അകത്തുനിന്ന് നോക്കിയപ്പോൾ കണ്ട ഒരു വാതിലാണ്. അമ്മയും ചിറ്റമ്മയും നമ്മൾ നടന്നങ്ങ് പോവുകയാണ്. അവിടെ മൊബൈൽ വെക്കാനുള്ളൊരു ഏരിയ ഉണ്ട്. അവർ അതിലൊന്ന് ജസ്റ്റ് ഒന്ന് കയറി അവിടെ നിന്നുകൊണ്ട് തിരിച്ചങ്ങ് വരികയാണ്. നേരത്തെ ഞങ്ങൾ കുറേ പേരെ ഇവിടെ കണ്ട് ഈ സൈഡിൽ.
ഞങ്ങൾ ഇത് കാളേഴ്സിലെ തൊഴിലും കഴിഞ്ഞിട്ട് നേരെ കഴിക്കാണ്ട് വന്നിരിക്കുക. എന്തൊക്കെയുണ്ടെന്ന് ചോദിക്കുകയായിരുന്നു. ഇഡലി വട. ഞങ്ങൾ ഇഡലിക്കും പൂരിക്കും ഓർഡർ കൊടുത്തതാണ്. ഒരു സെറ്റ് പൂരി ഒരു സെറ്റ് പൂരി 2 സെറ്റ് ഇഡലി ഓർഡർ കൊടുത്തു. വട അപ്പം ഞങ്ങൾ എന്ത് ചോദിച്ചു, ഇഡലിയും വടയൊക്കെ വേണമെന്ന് വട വേണമെന്ന് ചോദിച്ചു. വട വേണ്ടെന്ന് പറഞ്ഞു. അതിൽ ഹോട്ടൽ അന്നപൂർണ അല്ലേ, ചെന്നൈ അമ്മത്തല മറ്റൊന്ന് ചെന്നൈ ഹോട്ടൽ ശരവണ ഭവനിലാണ്. ചെന്നൈ ഹോട്ടൽ ശരവണ എന്നാണ് പേര്. പക്ഷേ ഇത് കാളഹസ്തിയിലാണ് വർക്ക് ചെയ്യുന്നത്. കാളഹസ്തി അമ്പലത്തിൻ്റെ ഇനിയിപ്പോൾ തൊട്ട് മുമ്പ് എടുത്ത വീഡിയോയുടെ തൊട്ട് താഴെയുള്ള ഒരു റോഡ് ക്രോസ് ചെയ്ത് ഉള്ള ഭാഗത്താണ്. എന്തെങ്കിലും കഴിച്ചു നോക്കാം ഇവിടുത്തെ ഫുഡ് എങ്ങനെ ഉണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ അഭിപ്രായം പറയാവേ. അതുകൊണ്ട് അവിടെ ആൾക്കാർ സ്റ്റാഫിനോടൊക്കെ സംസാരിക്കുകയാണ്. ചിറ്റം നമ്മൾ ഓർഡർ ചെയ്ത പൂരിയും അല്ലെങ്കിൽ ഇഡലി വരുന്നത്. ഇഡലി വന്നിട്ടുണ്ട്. ഇഡലി ഇഡലി കൊണ്ടുപോയി വെച്ചു. ഇഡലി എനിക്ക് ഇഡലി ഇത് പറഞ്ഞില്ല, വട പറഞ്ഞില്ല. ഇപ്പോൾ വടയില്ലാതെ എനിക്ക് കൊണ്ടുപോയി വെച്ചു. അത് അമ്മ ഇങ്ങനെ എടുത്തുകൊണ്ട് പോയി. ഓക്കെ, എന്തായാലും എനിക്ക് പൂരിയും കൂടെ പറഞ്ഞിരിക്കുന്നത്. ചിറ്റമ്മയ്ക്കുള്ള വട ഓക്കെ നോക്കുന്നുണ്ട്. എനിക്കുള്ള പൂരി ഇപ്പോൾ വരുമെന്ന് പ്രതീക്ഷയോടെ ഞാനിരിക്കും. ഇഡലി 3 സെറ്റ് ഇഡലിയും കറി, സാമ്പാർ ചമ്മന്തി. വേറെ കടല ചമ്മന്തി ആയിരിക്കാം. തേങ്ങ സാധ്യത കുറവാണ്. നോക്കാൻ കഴിച്ചിട്ട് ഞാൻ പറയാം അഭിപ്രായം. അമ്മ ഇഡലി കഴിക്കാനുള്ള പ്ലാനിങ് വരുന്നുണ്ടല്ലോ. എനിക്കുള്ള പൂരി താലവാട്ട് വരുന്നുണ്ട്. പൂരിയുടെ താലവാട്ട് വരുന്നുണ്ട്. യെസ്, പൂരി യെസ്. ആഹാ, അല്ല ഇത് വട വേണ്ട. വട വേണ്ടേ വേണ്ട. എനിക്ക് വട ഇഷ്ടമല്ല. എനിക്കുണ്ടായിരുന്ന വടയും കൊണ്ടുവന്ന് ഞാൻ അത് തിരിച്ചെടുപ്പിച്ചു. ഇതിൻ്റെ സംഭവം കൊള്ളാം. നല്ല ചൂടായിട്ടിരിക്കുന്നുണ്ട്. ചൂട് പൂരി കണ്ടപ്പോൾ അമ്മയ്ക്കൊരാഗ്രഹം, നമുക്കൊരു പൂരി കൊള്ളാം. അപ്പം ഞാൻ പരിപാടി തുടങ്ങട്ടെ. അതിനുള്ള കിട്ടിനകത്ത് ചമ്മന്തി ഉണ്ട്. ഇവിടുത്തെ ചമ്മന്തിയും പിന്നെ അമ്മ പറഞ്ഞത് കപ്പലണ്ടി ചമ്മന്തിയാണ്. ഓക്കെ, ആയിരിക്കാം. കഴിച്ചു നോക്കിട്ട് പറയാം. പിന്നെ ഇത് മസാല. അപ്പോൾ കഴിക്കാൻ പോവാം. ഓക്കെ, അതെ. കൊള്ളാം, നല്ല പൂരിയാണ്. എരിവ് കുറവാണ്. അമ്മ പൊട്ടിക്കൊണ്ട് പോവുക. അതിൻ്റെ ഇടയ്ക്ക് സൂത്രത്തിൽ അമ്മ മസാല അടിച്ചുകൊണ്ട് പോവുക. ഞാൻ പൂരിയുടെ ഞാൻ 2 രൂപ കൊണ്ട് വരുന്നു. കൊള്ളാം കേട്ടോ, നല്ല. ഇവിടെ ഹോട്ടൽ ശരവണ, അതിൽ കളേഴ്സ് ചേർത്ത് വന്ന ഹോട്ടൽ ശരവണയുണ്ട്. നല്ല ഹോട്ടലാണ്. അവിടെ നിന്ന് നമുക്ക് ആഹാരം കഴിച്ചിട്ട് കഴിഞ്ഞ് നമുക്ക് തിരിച്ച് തിരുപ്പതിക്ക് പോകാം. ഇനി അടുത്ത കാപ്പിക്ക് ഓർഡർ കൊടുത്തിട്ട് സമയത്ത് ഇടയ്ക്ക് കാപ്പി വന്നു. അതെടുക്കാൻ പറ്റിയില്ല. വന്ന് ഇവിടെ വെച്ചു. അമ്മയ്ക്കുള്ള കാപ്പി എടുക്കുന്നു. ഞാൻ എനിക്കുള്ള കാപ്പി എടുക്കാൻ വീഡിയോ എടുത്തതിന് ശേഷം കാപ്പി കുടിക്കുകയാണ്.
ചിറ്റമ്മ എടുത്ത് അവർക്ക് കഴിഞ്ഞ് ഞാൻ കഴുകാനായിട്ടൊക്കെ പോയിട്ട് തിരിച്ചു വന്നു. അങ്ങനെ കൊള്ളാം. യൂട്യൂബിൽ ഹോട്ടൽ അതെ ഓക്കെ. ഈ ഹോട്ടലിൽ ഞങ്ങൾ കയറിയത്. ഓക്കെ, അതായത് ഇവരുടെ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് നേരെ വന്ന് റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം ഇവിടെ ആയിട്ട്. അപ്പോൾ ഇവിടെ ട്രാൻസ്ഫോമറും ഉണ്ട് അതിൻ്റെ അടുത്തുള്ള ഒരു കടയാണ്. ഓക്കെ, അത് നല്ല ഫുഡാണ്. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ കൊണ്ട് തൊഴിലും അവനെ കണ്ട് ഇറങ്ങി. ചിക്കമ്മ ഉണ്ടായിരുന്നു, ഭഗവാനെ കണ്ടുകൊണ്ട് ഈ വീഡിയോ എൻ്റെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ വീഡിയോയെക്കുറിച്ചിട്ടോ പിന്നെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ആർക്കും കൂടും മഹേഷ് സർക്കാരം ബൈ പറയാം. ഓക്കെ.